സിനിമയ്ക്ക് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാട്ടോ, പക്ഷെ അതൊക്കെ മറന്നുപോയി. ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഓർക്കുന്ന വീഡിയോ എടുക്കണ കാര്യം. തിയേറ്ററിലേക്ക് പോയതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അൽഫാം ഓർഡർ ചെയ്തു ഗൈസ്. ഞാൻ ഓർഡർ ചെയ്തത് മെക്സിക്കൻ അൽഫാം, ഓർഡർ ചെയ്തത് പെരി പെരി. അപ്പോൾ നമ്മളതിന് വെയിറ്റിംഗ് ആണ്. കാണിച്ചോ? അത് ഓർഡർ ചെയ്തിട്ട് കുറേ നേരം ആയല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ നമ്മുടെ അൽഫാം വരുന്നത്. എൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ? ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എടുത്തു ഗൈസ്, വീഡിയോ എടുത്തല്ലേ പറ്റൂ. വീഡിയോ കിട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തല്ലേ പറ്റൂ. ആ ആദ്യത്തെ ഒരു മടി ഉണ്ടാവുള്ളൂ, പിന്നെ ആ മടിയൊക്കെ ഒന്ന് മാറിക്കോളൂ. ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ എനിക്ക് ഇടണം എന്നുണ്ട്, ബട്ട് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എനിക്ക് ആക്ച്വലി ചെസ് പീസാണ് ഇഷ്ടം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ലെഗ് പീസാണ് ഗൈസ് കിട്ടിയത്. അപ്പം നിൻ്റെ ചെസ് പീസ് അല്ലേ ദേവു എന്ന് പറഞ്ഞ് അതൊന്നും ഞാൻ തൊട്ട് നോക്കിയതിന് അവൾ എന്നെ അപമാനിച്ചതാണ് ഗൈസ് നിങ്ങളത് കണ്ടത്. പാവം ഞാൻ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവൾ എനിക്ക് അവളുടെ ചെസ് പീസ് തന്നു ഗൈസ്. എനിക്കിങ്ങനെ ആദ്യമായിട്ട് ഈ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് ആക്ച്വലി ക്യാമറ എവിടെ വയ്ക്കണം അതൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എനിക്കാണെങ്കിൽ മെക്സിക്കൻ അൽഫാം ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ ചെസ് പീസ് ഓർഡർ ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുക. ബട്ട് ടേസ്റ്റ് കാരണം ഞാൻ കഴിച്ചു ഗൈസ്. കണ്ടു എൻ്റെ സ്നേഹം കണ്ടില്ലേ? ഞാൻ അവൾക്ക് എൻ്റെ പീസ് കൊടുക്കുന്നുണ്ടല്ലേ ഗൈസ്, അതാണ് സ്നേഹം. മെക്സിക്കൻ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങ് പോയി. ഈ വീഡിയോ ഞങ്ങൾ എന്ന് എടുത്ത് വെച്ചാൽ ആ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തില്ലേ, അന്നെടുത്ത വീഡിയോ ആണ് ഗൈസ്. പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ മടിയായിരുന്നു. പിന്നെ ഞാൻ മറന്നുപോയി ഇങ്ങനെ ഒരു വീഡിയോ ഉള്ള കാര്യം. അൽഫാം കഴിച്ചാലോ, അപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തെ കടയിൽ പോയി മഞ്ചും കിറ്റ്കാറ്റും ഒക്കെ മേടിച്ചു. ഇത് മേടിക്കണ സമയം കൊണ്ട് ബസ് പോയി. പിന്നെ അടുത്ത ബസ് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു മഞ്ച് കഴിക്കാമെന്ന് ഓർത്തു. ബാക്കി വീട്ടിൽ പോയി കഴിക്കാമല്ലോ. അപ്പോഴേക്കും ഒരു ബസ് വന്നു ഗൈസ്. പുറത്ത് നല്ല മഴയാണ്, ഇതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ ഇതേ കാണുന്നതാണ് മിസ്റ്റർ ജിമ്മി. പിന്നെ മഴയായതുകൊണ്ട് അവനെ വിളിച്ചില്ല. അപ്പോഴേക്കും ഇതേ പോണു ഞങ്ങളുടെ അച്ഛൻ. ഹായ് അച്ഛാ. എല്ലാ ഭാരവും കൂടി ഒറ്റയ്ക്ക് താങ്ങുന്ന ദേവുവിനെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. അപ്പോഴേക്കും അച്ഛൻ വന്ന് അവളെ രക്ഷിച്ചു. കുട നിവർത്തിയിട്ട് ഞങ്ങൾ ഫുൾ നനഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുട ചുരുക്കി വെച്ചിട്ട് നനയാമെന്ന് വിചാരിച്ചു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ശരി, ബൈ.